ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനേ ഒരു കമന്റിന്റെ റിയാക്ഷനുമായിട്ട് വന്നതാണ്. ആക്ച്വലി ഇതിന് റിയാക്ട് ചെയ്യേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, റിയാക്ഷൻ ഇൻഡീഡ്. ഇവൻ എന്താ ഈ എഴുതി വെച്ചിരിക്കുന്നത്? സുഡാപ്പികൾ ഇവിടെ വരാനേ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ശരിയടാ, അപ്പം ശരി. ഇവന് 2-3 കമന്റ് അല്ലാതെ തന്നെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ ഇവന് ചൊറിച്ചിലാണ്. അല്ലടാ സംഗി ദരിദ്രവാസി, ഞാൻ നിനക്കൊരു വീഡിയോ കാണിച്ചു തരട്ടെ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിനു, എന്നിട്ട് തീരുമാനിക്കുന്നു. 2 ദിവസം മുമ്പ് ന്യൂസിലൻഡിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഇത് കുട്ടികളുടെ ഒരു പബ്ലിക് പാർക്കാണ്, കുട്ടികളുടെ ഒരു പബ്ലിക് സ്വിമ്മിംഗ് പൂളാണ്. ഇപ്പൊ ന്യൂസിലൻഡിൽ സമ്മറാണ്, നല്ല ചൂടുള്ള കാലമാണ്. എങ്കിലും ഒരു മാന്യതയൊക്കെ വേണ്ടേ? ഇത് കണ്ടോ, ഇന്നലത്തെ ന്യൂസിലൻഡിലെയും ഓസ്ട്രേലിയയിലെയും ഒക്കെ പ്രധാന വാർത്താ ചാനലുകളിലെ ഒക്കെ പ്രധാന ഒരു വാർത്താ ഡിസ്കഷൻ ഈവൻ ഈ കാണിച്ചു വെക്കുന്ന നാരിത്തരമാണ്. കണ്ട കൃത്യമായിട്ട് അറിയാം ഇന്ത്യക്കാരനാണ്, കൈ ചരടൊക്കെ കെട്ടിയിട്ടുണ്ട്, പഞ്ചാബി ആയിരിക്കും അല്ലെങ്കിൽ ഗുജറാത്തോ അങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആരോ ഒരാളാണ്, മലയാളിയാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. പബ്ലിക്കായിട്ട് സോപ്പും കൊണ്ട് വന്നു നിന്ന് അവൻ അവസാനം കാണിക്കുന്ന കണ്ടോ, ഒന്നും പറയാൻ കൂടെ പറ്റുന്നില്ല. അങ്ങനെയുള്ള വൃത്തികെട്ട ഇതിന്റെ ഈ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ കണ്ട ഇന്ത്യക്കാരനായി പോയതിൽ ഭയങ്കര ഒരു വിഷമം തോന്നും കേട്ടോ. ഇപ്പൊ എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് കൊച്ചിന് എന്ത് മനസ്സിലായി? കൊച്ചേ എടാ, സുഡാപ്പികളെടാ ഇവിടെ കൊണ്ടുവരരുതെന്ന് പറയണ. ലോകരാജ്യത്ത് പൊത്തം പോയി കിടന്ന് ഈ വൃത്തികേടും മ്ലേച്ഛതരവും കാണിക്കണം നിന്നെയൊക്കെ പോലുള്ള സംഘികളാണല്ലോ. അത് മാത്രല്ലടാ, മൈ ഫ്രണ്ട് അവിടുന്ന് പറഞ്ഞു വിട്ടത് സുഡാപ്പികളെ അല്ലടാ, അന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെയാ, ചങ്കി അങ്ങനെയുള്ളവരെ അവിടുന്ന് പറഞ്ഞു വിട്ട്. ചുടാപ്പികൾക്ക് പേടിയായിരിക്കും. അവരെവിടെയൊക്കെ പോയാൽ ലീഗലായിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കും. കാരണം അവരൊന്ന് അനങ്ങി അവരെ കൊല്ലണമെന്ന് പറയുന്ന ലോകം മുഴുക്ക അങ്ങനെയല്ലേ പറഞ്ഞുണ്ടാക്കി കൊണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ മര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുക, അല്ലാതെ തോന്നിവാസത്തിന് പോകത്തില്ല. ഇപ്പോഴാണെങ്കിൽ പിന്നെ ഭയങ്കര ടാസ്ക്കാണ്. ഇസ്ലാമായി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വെരി ബിഗ് ടാസ്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നീ ഇവന്മാർക്ക് ആദ്യം ഇച്ചിരി ബോധം പറഞ്ഞു വിട്. ലോകരാജ്യം മുഴുക്കം നോക്കി ചിരിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാം? ഇക്ലിയായിട്ട് ചിരിക്കുന്നതല്ലടാ, ചാണാൻ വാരി തിന്ന, ചാണാത്തിൽ കിടന്ന് ഉരുളുന്ന, ചാണക വർത്താനം പറയുന്ന ചാണക സംഖ്യകളെ കൊണ്ടാണ് ആളുകൾക്ക് ദുരിതം. അല്ലാതെ ആർക്കും ഒരു പ്രശ്നമില്ല. ആക്ച്വലി ഇതൊരു സബ്ജക്റ്റ് ആണോന്ന് വെച്ചാൽ അല്ല. ഇവനെ പോലുള്ള കുറെ എണ്ണം ഉണ്ട്. പിന്നെന്താണെന്നറിയാമോ, കഷ്ടമെന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇവനൊക്കെ ഇട്ടിരിക്കുന്ന ഫോട്ടോയൊക്കെ ദേവിയുടേതാണ്. ദൈവങ്ങളുടെ ഫോട്ടോ, കൃഷ്ണന്റെ ഫോട്ടോ, അങ്ങനെയാണ്. എടാ, കുറച്ചൊക്കെ ഉളുപ്പ് കൊണ്ടോ നാറി. എന്തിനടാ ദൈവത്തിന് നീയൊക്കെ കൂട്ടുപിടിക്കണത്? ദൈവമൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നിന്റെ അടുത്തൊക്കെ ഒന്നും പറയാനില്ല. മഹാലക്ഷ്മിയുടെ ഫോട്ടോയും വെച്ചിട്ടാണ് ഈ സർക്കസൊക്കെ. മഹാലക്ഷ്മി നിനക്ക് നിറച്ച് ധനം തരട്ടെ. ഇത് പറഞ്ഞതിന് വല്ല പരിപാടി നിനക്ക് കിട്ടുമെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഞാൻ സുഡാപ്പികൾ ഇതിനെ കയറി കടിച്ചാന്ന്. ഇപ്പം ഇങ്ങനെ വലിച്ചു നീട്ടിയെടുക്കുന്ന ശ്വാസമില്ല, അത് സുഡാപ്പികൾ തന്ന ദാനമാണ്, അത് മറന്നു പോകണ്ട. എന്നിട്ടാ സുഡാപ്പിക്ക് എന്താടാ കുഴപ്പം? ഇന്നെ പിടിച്ച് കടിച്ചാ? അതോ യുവർ മദർ ഈസ് ബീയിങ് വിത്ത് സുഡാപ്പി? നിന്റെ മമ സുഡാപ്പിയുമായിട്ട് എന്തെങ്കിലും ലിംഗുസ്ഥാനി? അതുകൊണ്ടാണോ നിനക്കങ്ങനെ അവരോട് ഒരു ദേഷ്യം വന്നത്? വാട്ട് കോക്കനട്ട് യു ടോക്കിംഗ് മാൻ? സുഡാപ്പിസത്തിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ, നിഷ്പക്ഷ അനിൽ മുഹമ്മദ് അല്ല എനിക്കും പറയാം, സംഘികളുടെ അല്ല ഇത് അജണ്ട, ഇത് കാസ ടീമിന്റെ അജണ്ടയാണ്. കാരണം അവർക്ക് ഈ ലോകം മുഴുക്ക മിഷണറിമാര് പോയിട്ട് മതം മാറ്റിയെടുത്ത് ഇവരുടെ മാത്രം മതത്തിനെ ഇങ്ങനെ ഇങ്ങോട്ട് പ്രചരിപ്പിക്കണം. ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഇവർ കയ്യോടെ പൊക്കും, ഇടിയിട്ടും. അപ്പൊ എന്ത് ചെയ്യാം? അവിടെ വേറൊരു ശത്രുവിനെ കൊണ്ടുവയ്ക്കും. മാടമ്പള്ളിയിലെ ആ യഥാർത്ഥ മനോരോഗി ആരെന്നറിയാമോ? അത് കസ ടീമാണ്. അതായത് മാടമ്പള്ളിയിലെ ശ്രീദേവി ചേച്ചിയുടെ തലയിലേക്ക് ഈ പറയുന്ന സാധനം കൊണ്ടുവന്നിട്ട് കൊടുക്കുക. ശ്രീദേവി ചേച്ചി എന്ന് പറയുമ്പോൾ സുഡാപ്പിലെന്ന് പറയും. അവരെ തലയിലേക്ക് ഇത് കൊണ്ടിട്ട് കൊടുക്കും. എന്നിട്ട് പറയും, നീയാണ് ഈ വീട്ടിലെ യഥാർത്ഥത്തിലുള്ള മനോരോഗി എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിലുള്ള നാഗവല്ലി രക്ഷപ്പെടുന്നു. യഥാർത്ഥത്തിൽ നാഗവല്ലി ആരെന്ന് വെച്ചാൽ കാസ ടീം. അപ്പം അവരുടെ ഈ മത മാറ്റവും മതം കൊണ്ടുള്ള കളിയും അത്യാവശ്യം ഫിനാൻഷ്യലി ഇസ്കലും ചവിട്ടിപ്പിടുത്തവും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കാൻ ഏറ്റവും നല്ല പരിപാടി ഇവരെ എങ്ങോട്ട് മോശപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ പറയാം. ഈ ഒരു പ്രശ്നം ഇപ്പം നടന്നില്ലായിരുന്നു, നമ്മുടെ കുടിയേറ്റ സമരം. അതിനകത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ആരാ? അതിപ്പോ ആരാ സംസാരിച്ചേ? ഷാജിസ് കറിയ ഉൾപ്പെടെയുള്ള കാസ ടീമുകളാണ് അതിനുവേണ്ടി സംസാരിച്ചത്. എന്തുകൊണ്ട് സംസാരിച്ചു? മറ്റവർക്ക് ചെറിയ പ്രശ്നമെങ്കിൽ ഇവർക്ക് വലിയ പ്രശ്നം. അവരെ കണ്ടുപിടിച്ച് അവരെ പൊക്കി. ഇനിയിപ്പോൾ ഇവരെ പൊക്കും.
അതുകൊണ്ട് അവരെയാണ് അങ്ങ് പ്രതിസ്ഥാനത്ത് നിർത്തിയ കുഴപ്പമില്ല. മൊത്തത്തിൽ ഇസ്ലാം മത വിഭാഗക്കാരെല്ലാം പ്രശ്നക്കാരാണെന്നും അവർ കുഴപ്പക്കാരാണെന്നും അവർ തീവ്രവാദികളാണെന്നും അവർ കൊല്ലുമെന്നും വെട്ടുമെന്നും കുത്തുമെന്നും നരേഷൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈസി ഗോ, അതാണ് ഉദ്ദേശം. മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി മറ്റാരുമല്ല, കാസ ടീമാണ്. സോഷ്യൽ മീഡിയ കൈയടക്കി വെച്ചിരിക്കുന്ന കാസ ഭീകരന്മാരാണ് യഥാർത്ഥത്തിലുള്ള ഭീകരന്മാരെന്ന് എന്ന് ഈ സംഘികൾ തിരിച്ചറിയുന്നു, അന്ന് അവന്മാർക്ക് അന്ത്യ കൂതാശ. അപ്പോഴും നമ്മളെ ഉണ്ടാവുള്ളൂ സംരക്ഷിക്കാൻ എന്നുള്ളത് വസ്തുത. അതല്ല അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ കമന്റ് വിളിക്കണം. എടാ ലേശം ഉളുപ്പുണ്ടെങ്കിൽ അല്ലെ പൊട്ടി, ലേശം ബുദ്ധി ഉണ്ടെങ്കിൽ നിന്റെ മന്ദബുദ്ധി എന്ന് ഞാൻ വിളിച്ചേനെ. ഏവനാണെങ്കിലും മുഖം വെക്കണോട്, അന്തസ് കാണിക്കണം. അല്ല, സംഘികൾക്കതില്ല. നോ അന്തസ്, നോ ധൈര്യം. ഒളിച്ചിരുന്ന് അമ്പയ്യുക എന്നുള്ളതാണ് സംഘികളുടെ ഒരു ശരിയായ കാര്യം. അതപ്പോൾ ഒരുപാട് പേര് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടല്ലോ. ഒത്തിരി പേർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം. വാര്യം കുന്നനെ തല്ലിക്കൊല്ലാനായിട്ടുള്ള എല്ലാ ഓപ്ഷനും ഓപ്പൺ ചെയ്ത് കൊടുത്തത് ഇതുപോലത്തെ സംഘി വേണമായിരുന്നു. നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ ഒരു കുതികാൽ വെട്ടും കുത്തിക്കഴപ്പ് വർത്താനം. ഇവിടെ ഞാനൊരു ഒരു വിഷയം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രവീൺ പ്രണവൊക്കെ പോലെയുള്ള കുറേയധികം മനുഷ്യന്മാർ ഗൾഫ് രാജ്യങ്ങളിൽ സംഘി മൈൻഡോട് കൂടി നിന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ അതിനായിട്ട് നിങ്ങളുടെ കൃത്യമായ അവൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നു. നോ റിയാക്ഷൻ ഫ്രം യുവർ സൈഡ്. ഇവന്മാർക്ക് സംരക്ഷണം കൊടുക്കുമ്പോഴും ഇവന്മാരെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴും ആ നന്ദി അവിടെ നിന്നില്ലെങ്കിൽ തിരിച്ച് നമുക്കും അങ്ങോട്ട് കാണിക്കാം, ഒരു ദോഷമില്ല. അപ്പൊ സംഘിവാണത്തിന് എൻ്റെ ഒരു മറുപടി വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇട്ടതാണ്. ഞാൻ പല പ്രാവശ്യമായിട്ട് കാണുന്നുണ്ട് സംഘികൾ. പിന്നെ മോശമൊക്കെ എഴുതിയിട്ട് ഞാൻ തിരിച്ച് മോശം എഴുതി. ഇത്രയും ഡീസൻ്റൊക്കെ നീ എഴുതിയിട്ട് ഞാൻ നിനക്ക് തിരിച്ച് ഡീസൻറ്റ് തെറി തരും, അത്രയേ ഉള്ളൂ. അതിനകത്തുനിന്ന് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും വിചാരിക്കേണ്ട. നീ മുസ്ലിം ആണോടി ചോദിച്ചു, ഞാൻ തട്ടിട്ടിട്ടില്ല, അപ്പം ഞാൻ മുസ്ലിം അല്ല. എന്നാൽ നീ മുസ്ലിം അല്ലെന്ന് വെച്ചാൽ ഞാൻ ബൈ ബർത്ത് എൻ്റെ ഉമ്മച്ചി മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഞാൻ മുസ്ലിമായിട്ട് തന്നെ അറിയപ്പെടും. മരണം വരെ ഞാൻ മുസ്ലിം തന്നെയാണ്. അപ്പം നിനക്ക് എന്നെ അങ്ങനെ തോപ്പിക്കാനും പറ്റത്തില്ല. ആകെ മൊത്തത്തിൽ എന്ത് ചെയ്യും മല്ലയ്യ എന്നല്ലേ നിങ്ങളുള്ളത്. അതെനിക്ക് മനസ്സിലായി. ആ ഒരു ഫീലിംഗ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. സംഘികളെ കൊണ്ട് ഒരു നിവൃത്തിയില്ലെന്നുള്ളത്. കമൻറ്റിൽ കൂടെ വന്ന് കിടന്ന അവൻ്റെ ഒരു വ്യഭിചാരം ഏറ്റവും കൂടുതലുള്ള ഫേസ്ബുക്കിലാണ് കേട്ടാ. ഹൂ കെയർസ്, ഹൂ ബോദേഴ്സ്. കണ്ടിന്യൂ ആൻഡ് ഐ വിൽ കണ്ടിന്യൂ ഫ്രം മൈ സൈഡ്. ഇസ്ലാമിയരോടാണ്. എത്രത്തോളം നിങ്ങൾ ഇഗ്നോറൻ്റ് ആകുന്നോ അത്രത്തോളം അവർ സ്കോർ ചെയ്യും. പടച്ചോൻ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ താമ്പാതി ദൈവം പാതി എന്നാ കൊടുക്കേണ്ടത്. നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ആ പകുതിയെ ദൈവത്തിന് ചെയ്യാൻ പറ്റൂ, ബാക്കി പകുതിക്ക് വായി നോക്കിക്കൊണ്ടിരുന്നാൽ വെച്ചാൽ മതി. നമ്മൾ എന്താണെന്നും നമ്മൾ ആരാണെന്നുള്ള ബോധം നമുക്കുള്ളെടുത്ത് ഇതുപോലെ കമൻസിലെങ്കിൽ ഇത്തിരി മറുപടി കൊടുത്തുവിടേ. ഇത് ഞാൻ തന്നെ ചെയ്യണമെന്നുള്ളതാണ്. എന്തോ ഏതായാലും ആയുഷ്മാൻ ഭവ, നിന്നെ ഞാൻ ഹൈഡ് ചെയ്തിട്ടില്ല, നീ അവിടെ തന്നെ ഇരിക്കണേ. നിനക്കുള്ള പണി ഞാൻ വേറെ തരുന്നുണ്ട്. സുലാൻ.